ഹലോ വാസുവേട്ടാ, ഏട്ടനോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. എവിടെ നീ ഇപ്പോ? ഞാൻ റൂമിലുണ്ട്. ദുർഗ, ദുർഗ, ഹേയ് കല്യാണ പെണ്ണേ, വാസുവേട്ടാ, എല്ലാരും അവിടെ ഇരിക്കല്ലേ, നീ മാത്രം എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നേ? വാസുവേട്ടാ, എനിക്ക് കല്യാണം ഇഷ്ടമല്ല ഏട്ടാ. നീ എന്താ ഈ പറയുന്നേ? കല്യാണത്തിന് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. നിനക്കിത് നേരത്തെ അമ്മാവനോട് പറഞ്ഞുകൂടായിരുന്നോ? അച്ഛനോട് പറഞ്ഞാൽ എന്നെ കൊന്നു കളയും ഏട്ടാ. ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആരെ? വിവരമുണ്ടോ നിനക്ക്? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിന്നെ ഒരു ദിവസം പോലും മനസ്സിൽ അങ്ങനെ കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ പേര് നശിപ്പിക്കാതെ. ആരെങ്കിലും കാര്യം പറയാം, ഏട്ടനില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല ഏട്ടാ. ദുർഗ, നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാം. ഇല്ല ദുർഗ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക്. എന്താടാ ചെയ്തത്? എന്ത് ചെയ്തിട്ടാണ് അതിന്റെ മോൾ ഇങ്ങനെ കരയുന്നത്? അല്ല മാമ, ചേട്ടന്റെ വീടാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നല്ലേ? ചേട്ടന്റെ മോൻ ചെയ്ത കാര്യം കണ്ടോ നീ? എന്ത് പറ്റി? എന്താ കാര്യം? 4 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിയേണ്ട പെണ്ണിനെ റൂമിനകത്ത് വിളിച്ചു കെട്ടി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു പെണ്ണുപിടിയൻ. ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? വിരുന്നെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ഞങ്ങളെ നാണം കെടുത്തിയോടാ. ആരാ മോശമായിട്ട് സംസാരിച്ചത്? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് വന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. എന്താ സംഭവിച്ചതെന്ന്? എന്തിനാ നീ ഇപ്പൊ അകത്ത് വന്നത്? എന്തിനു വന്നത്? ഒന്ന് സമാധാനപ്പെട്. എന്താ നടന്നെന്ന് അറിയാതെ എന്തിനാ അവനെ അടിക്കുന്നത്? സമാധാനിക്ക്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എന്താ നിങ്ങൾ ചോദിച്ചറിയാൻ പോന്നെ? എന്റെ മോളെ മാനം കെടുത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചറിയാനാണോ? ചേച്ചി, അവൻ അങ്ങനെയുള്ള ആളല്ല. അപ്പൊ എന്റെ മോൾ അങ്ങനെയാണെന്നാണോ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ചേട്ടൻ ഇപ്പൊ ജീവനോടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ വീട്ടിൽ ഇപ്പോഴും താമസിപ്പിക്കുന്നവരെ? സ്വത്ത് ഭാഗിച്ചു കൊടുത്ത് ഒഴിവാക്ക്. ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ഈ വീട്ടിൽ ചേട്ടത്തിന്റെ സ്ഥാനം അറിയാലോ. ചേട്ടത്തെ പറ്റി മോശമായിട്ട് സംസാരിച്ചാൽ എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഒന്ന് നിർത്ത്. എടാ, നിന്നെ ഞാൻ സ്വന്തം മകനായിട്ടല്ലേടാ കണ്ടത്. പയ്യന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ഇങ്ങനെ മാനം കെടുത്തിയല്ലോടാ. അവരൊക്കെ എന്റെ മകളെ പറ്റി എന്ത് വിചാരിക്കുവേടാ? അതെ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളാണ് മുഖ്യം. ഏതോ ഒരു ഫ്രോഡ് എന്തോ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളെയാണ് വേണ്ടത്. ഒരേ ഒരു മകനെ വളർത്താൻ കഴിവില്ലെന്ന് മറ്റുള്ളവരെ കൊണ്ട് എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാക്കിയില്ലേ നീ? കുടുംബത്തെ മുഴുവൻ നീ നാണം കെടുത്തിയില്ലേ? പോടാ വെളിയില്, പോടാ, പോടാ വെളിയില്, പോടാ വെളിയില്.